ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാൻ ചുമ്മാ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോഴോർത്ത് ഇന്ന് നോയമ്പല്ലേ, മുഹറത്തിൻ്റെ. അപ്പം ഇന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം. ഉമ്മയുടെ ഒരു ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഉണ്ട്, അത് ഉണ്ടാക്കിയാലോ. എന്നാ നമുക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് വരാം. ചിക്കൻ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്, പക്ഷേ എങ്കിലിതാ നല്ല മഴ തകർത്ത് പെയ്യുക. ഇനി ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ വാങ്ങിക്കാൻ പറ്റും. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനാണല്ലോ അവസാനം വരണം, എന്താല്ലേ. അപ്പൊ പിന്നെ ഞാൻ മുകളിലോട്ട് വന്നു. ഇനി മഴ ആസ്വദിച്ചില്ലെന്ന് വേണ്ട, എന്താല്ലേ തകർത്ത് പെയ്യ. ആ വെള്ളം വീഴുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അങ്ങനെ ആ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കാട്ടോ. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞു, നമുക്ക് പോയി ചിക്കൻ വാങ്ങിച്ചിട്ട് വരാം. ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ ഒരു കൊച്ചു കാന്താരിയുണ്ട്. ഞങ്ങൾ മൂന്നുപേരാട്ടോ ചിക്കൻ വാങ്ങാൻ പോകുന്നത്. കാന്താരിയെ പറ്റി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് ഇതാ കിടക്കുന്നു, കുളമായി നമ്മുടെ റോഡ്, എന്താല്ലേ. അങ്ങനെ നമ്മൾ ചിക്കൻ വാങ്ങിയ ഷോപ്പിലെത്തിയിട്ടോ. നമുക്കിനി ചിക്കൻ വാങ്ങിയിട്ട് വരാം. എന്താല്ലേ, ഒരു ധൈര്യത ഇല്ലാതാണ് ആ കോഴി വെട്ടിക്കണ്ടിക്കണത്. അങ്ങനെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചു. ഇനി നമുക്ക് പെട്രോൾ അടിക്കാൻ പോട്ടോ. പെട്രോൾ ഇല്ല വണ്ടിയിൽ. പെട്രോൾ അല്ല കേട്ടോ, പെട്രോള്. ഞങ്ങളങ്ങനെ ഇതാ പമ്പിലെത്താറായി. അങ്ങനെ പമ്പിൽ കയറി ഞങ്ങൾ പെട്രോൾ അടിച്ചു. ഇനി നമുക്ക് വീട്ടിൽ പോട്ടോ. ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, വയലായിരുന്നെന്ന് തോന്നുന്നു, പക്ഷെ നല്ല രസമുണ്ടല്ലേ. പോകുന്ന വഴിക്കാട്ടോ എൻ്റെ അനിയത്തിനെ അങ്ങോട്ട് നോക്കിയപ്പോ ഒരു പട്ടി ഈ നടുക്ക് കിടക്കുക. ഇതൊക്കെ എന്ത്. അങ്ങനെ ഞങ്ങൾ വീടെത്താറായിട്ടോ. ഇത് കണ്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ കൊണ്ട് ഉമ്മയുടെ കൊടുക്കാം. ഉമ്മയ്ക്ക് അത് തുറന്ന് വാങ്ങിട്ടോ. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെ വെക്കാൻ നോക്കിയാലോ. ഉമ്മയുടെ സ്റ്റൈലിൽ ചിക്കൻ കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കിയാലോ. എന്നാ വായോ. ഇതിനി ചെറുള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുക. നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം ചെറുള്ളി സവാള ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ട് തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു. ഇനി കറി വെക്കാനോ ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് ഇങ്ങനെ പെരട്ടി ഇതുപോലെ വെക്കണം. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത് മൂന്നും ഇങ്ങനെ അരച്ചെടുക്കാം. കണ്ടോ, ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ചിക്കൻ മസാലയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഇതാ ഇങ്ങനെ മിക്സാക്കണം. ഇങ്ങനെ നന്നായി മിക്സാക്കണം. ഇത് ഫ്രൈ ആക്കാനാട്ടോ. എന്നിട്ട് ഓരോ ചിക്കനിലോട്ടും ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇതാ ഇങ്ങനെ. ചിക്കൻ കറി വെക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് കടുകിട്ട് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച സവാളയും ചെറിയുള്ളിയും പച്ചമുളക് ഇട്ടതിന് ശേഷം ഒന്ന് വാടി വരുമ്പോൾ ആവശ്യത്തിന് തക്കാളിയും കൂടി ഇട്ട് നന്നായി ഇളക്കി ഈ ഒരു പരുവാക്കണം. ഇനി ഒരു ചീനിച്ചട്ടി നന്നായി ചൂടാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ ഈ കറിയുടെ മിക്സിലോട്ട് ഇടാം. ഇനി നന്നായിട്ട് മിക്സ് ആക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ചിക്കനിലോട്ട് തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടും ആ മസാല എത്തണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിനി ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നേരത്തെ മസാല തേച്ച് വെച്ച് ചിക്കൻ ഓരോന്നായിട്ട് നമുക്കതിലോട്ട് ഇടാം. ഓരോന്നായിട്ട് ഇനി അതവിടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടാണ്. ഇനി നമുക്ക് ഫ്രൈ ആക്കാനുള്ള ചിക്കൻ ഇങ്ങനെ തിരിച്ചിടാം. തിരിച്ചിട്ട് നല്ലോണം അത് മൊരിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറിയുടെ കൂടെ ഇടിയപ്പം കേട്ടോ ഉണ്ടാക്കുന്നത്. ഇടിയപ്പവും ചിക്കൻ കറിയാണ്. ഇങ്ങനെ ഉമ്മ ഇടിയപ്പം ബീച്ച് റെഡിയാക്കി വെക്കുകയാണ്. ഇടിയപ്പത്തിൻ്റെ റെസിപ്പി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതന്നെയല്ലേ. അങ്ങനെ ഇടിയപ്പം റെഡിയായി, ചിക്കൻ കറി റെഡിയായി, ചിക്കൻ ഫ്രൈ റെഡിയായി. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കേ, ബൈ.